മതി. ഹലോ ഹായ് ഹലോ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. വേഗം കുടിച്ചോ, എന്നിട്ട് നമുക്ക് വേഗം അടുത്ത് കഴിക്കാം. പതുക്കെ കുടിച്ചാലോ? ചിക്കൻ കരി. ഇത് നോക്കാം, ദിവ്യ സ്പെഷ്യൽ. ഇത് കടയിൽ നിന്ന് മേടിച്ചതല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഓ ഇംപ്രസ്. ഓ, നിന്നെ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇമാരെന്ന് വിളിച്ചിട്ട് വരണ്ട. ക്രിസ്മസ് ഓർമ്മയുണ്ട്. ഫുൾ ചിക്കൻ കഴിക്കാനുള്ള കൊതിയൊക്കെ മാർക്കറ്റ് അതൊക്കെ ശരിക്കും ഇതിനകത്ത് വരത്തക്കര ഇരിക്കുവാണേ. അമ്മച്ചി വിളിക്കണ്ട. ആ അമ്മച്ചി നിങ്ങൾ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആ പേസ്റ്റ് ഒക്കെ എടുത്താണ് കേക്ക് മേടിക്കാൻ കാരണം. അല്ല നമുക്ക് ഇച്ചിരി കൂടെ നേരത്തെ വരായിരുന്നു അല്ലേടാ? ഏത് കടയിൽ നടൻ മേടിച്ചേ? ജസ്റ്റ് ബേക്ക്. ആ ഓ, അവിടത്തെ കേക്ക് സൂപ്പറാ. അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇമാർക്ക് വലിയ ബോധമുണ്ടോ? ഓ നമുക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലേ. പിന്നെ ജസ്റ്റ് ബേക്കേ കയറിയാ നെയ്യപ്പം തിന്നാൻ രണ്ടുണ്ട് കാര്യം. മീശയും മിനക്കാം രണ്ടവരെയൊക്കെ കാണുകയും ചെയ്യാം അല്ലേ? ആർക്കും അറിയില്ലെന്നാ വിചാരം. നീ അത് കഴിച്ച് ചോന്നല്ലോ. ആഹാ, മക്കളെല്ലാരും ഉണ്ടല്ലോ. പണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൂടിയതാ. മനു, മിഥുൻ, ആകാശ്. അയ്യോ അമ്മച്ചി ഞങ്ങളുടെ പേരൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ അറിയാത്ത ഒരു രഹസ്യം എൻ്റെ ജോണാപ്പിക്കില്ല അല്ലേ ഡോട്ടാ? ഞങ്ങളെ ഫ്രണ്ട്സ് അല്ലേ? അല്ല അത് അറിയാം. എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. ദൈവമേ, നിൻ്റെ തിരുപ്പിറവി ദിനത്തിൽ ഒത്തുചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പരസ്പരം കാണാനും സ്നേഹിക്കാനും ഭക്ഷണം പങ്കിടുവാനും വഴിയൊരുക്കിയ നാഥ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ തുടങ്ങിയാലോ മക്കളെ? നിനക്ക് എന്തോ കാലോ കയ്യോ എടുക്കടാ. പിന്നെ ഒരെണ്ണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ച് ഇതേപോലെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ക്രിസ്മസിനൊക്കെ 3-4 ദിവസം മുന്നേ തുടങ്ങും. നക്ഷത്രം ഇടിയിലും പടക്കം പൊട്ടിക്കലും പാട്ടും ഡാൻസും ഒക്കെ കൂട്ടുകാർക്കൊപ്പം. ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പോടാ അമ്മച്ചി നാട്ടിക്കല്ലേ? എനിക്കറിയില്ല, എന്തോ ഭയങ്കര പ്ലാനിങ് ആണ്. എന്താണ് സർപ്രൈസ് ആണോ? അമ്മച്ചി ഭയങ്കര ഡാൻസ് ആണ്. അമ്മച്ചിക്കാണെങ്കിൽ ജോണിനെ ഭയങ്കര ജീവനാ. പുള്ളിയാണെങ്കിൽ അമ്മച്ചി വിട്ട് എങ്ങും പോവില്ല. ഓസ്ട്രേലിയയിൽ നിന്ന് അവന്റെ പപ്പയും അമ്മയും എന്നും കിടന്ന് വിളി അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോടാ. ഞാൻ ഈ വെട്ടം വിളിച്ചു ഒന്ന് കണ്ടോട്ടടാ.